ഹായ്, ഇന്ന് താമരയുടെ വിത്ത് എങ്ങനെയാണ് കിളിർപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. എനിക്ക് കുറച്ച് ലോട്ടസ് സീഡ്സ് കിട്ടിയിരുന്നു. ഞാനതൊന്ന് മുളപ്പിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ നാളായിട്ട് താമര വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും അതൊന്നും ശരിയായിട്ടില്ല. ആമസോണിൽ നിന്ന് 3 പ്രാവശ്യം താമരയുടെ ട്യൂബ്, അതായത് കമൽ കക്കിടി മേടിച്ച് വെച്ച് നോക്കി. അതിൽ 2 എണ്ണം സഹസ്രദള താമരയായിരുന്നു. 1000 പെറ്റൽസുള്ള താമര. എന്നിട്ടും അതൊന്നും പിടിച്ച് കിട്ടിയില്ല. എൻ്റെ താമരയുടെ ക്രേസി കണ്ട് എൻ്റെ ഒരു ബ്രദർ എനിക്ക് എൻ്റെ വീട്ടിൽ വളർത്തിയതായിട്ടുള്ള കുറച്ച് താമരപ്പൂവിൻ്റെ ഉണങ്ങിയ വിത്തുകളെടുത്ത് തന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, എന്നാൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഗൂഗിളിൽ കിട്ടിയ വിവരം അനുസരിച്ച് വീണ്ടും ഞാൻ ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. താമര വിത്ത് എടുത്ത് അതിനെ എന്തെങ്കിലും അരമുള്ള ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ 2 അറ്റവും നന്നായിട്ടിങ്ങനെ ഉരയ്ക്കുക. 2 വശവും മാറി മാറി നന്നായിട്ട് ഉരയ്ക്കണം. അതിൽ നിന്നപ്പോൾ ഒരു വെള്ള പോലെ തെളിഞ്ഞു വരും, അതിൻ്റെ പുറം തൊലി പോയിട്ട്. ഉരച്ചെടുത്ത താമരവിത്തിനെ നല്ലൊരു കുപ്പി ജാറിലാക്കി 3/4 ഭാഗം വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഇടുക. അങ്ങനെ ഞാൻ 10 ദിവസം മുമ്പ് കുറച്ച് വിത്തുകൾ ഇങ്ങനെ ഇട്ടതാണ് കിളുത്ത് നിൽക്കുന്നത്. 4 ദിവസം ആയപ്പോൾ തൊട്ടേ ഇത് മുളയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇതിൽ ചിലതൊന്നും മുളച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ ഫയൽ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നുന്നു. 2 വശവും ഉരച്ച് നല്ലതായിട്ട് അതിൻ്റെ കനം കുറച്ചെടുക്കണം തൊലിയുടെ. പിന്നെ 1-2 ദിവസമെങ്കിലും വെള്ളം മാറി കൊടുക്കണം. അത് വെള്ളം നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു ക്ലിയർ അല്ലാത്ത പോലെ, അതായത് കഞ്ഞിവെള്ളം അടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ചെറിയൊരു പാട പോലുള്ള വെള്ളം ഉണ്ടല്ലോ, അതുപോലെ ഈ വെള്ളത്തിൻ്റെ കളറ് മാറും. അതിൻ്റെ കാരണം അതിൻ്റെ കുരുവിൽ തന്നെ എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ എന്നുള്ളതാണ്. ഫംഗസ് പിടിച്ചതായിട്ടുള്ള കുരു നമ്മൾ എടുത്ത് കളയണം, അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കരുത്. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഗൂഗിളിലെങ്ങനെ നോക്കിയൊക്കെ ചെയ്യണം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ലോട്ടസ് സീഡ്സ് എങ്ങനെയാണ് കിളിർപ്പിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ശ്രമിച്ച് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ഒക്കെ വേണം. ബോട്ടിലിലെ വെള്ളം മാറുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ മുകുളത്തിനൊന്നും യാതൊരു ഇളക്കവും തട്ടാതെ വണ്ണം അതിനെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് വേറൊരു നല്ലൊരു പ്രതലത്തിലേക്ക് ഉരുക്കളെല്ലാം ഒന്ന് മാറ്റി വെക്കണം. പിന്നീട് ജാർ വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് ഈ മുകുളത്തേലൊന്നും പൊട്ടലൊന്നും ഏൽക്കാതെ സാവകാശത്തിൽ വളരെ ജെന്റിലി അതിലേക്ക് പെറുക്കി വെക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഇതിലോട്ട് വെള്ളം ഡയറക്റ്റ് കോരി ഒഴിക്കുകയോ അതോടെ ഇങ്ങനെ കുലുക്കി കളയുകയോ ഒക്കെ ചെയ്താൽ മുകുളമെല്ലാം പോകും. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.